ശ്രീജിത്ത് സാർ നമസ്കാരം. മെക്സവനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കടന്നുകയറ്റമുണ്ടോ എന്നുള്ള നിലയിലാണ് സംസാരങ്ങളൊക്കെ നീളുന്നത്. അതിന് കാരണം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ്റെ വാക്കുകൾ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് അത്ര ഒരു ശുദ്ധമൊന്നുമല്ല ഈ മെക്സവൻ എന്നാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളില്ലാതെ CPM അടക്കമുള്ള പാർട്ടികൾ ഇത്തരത്തിലൊരു ആരോപണം ഇതിനെതിരെ ഉന്നയിക്കുമോ? എന്താണ് തോന്നുന്നത്? പാർത്ഥൻ, ഇതിൽ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്നാമത്, മെക്സവൻ എന്ന് പറയുന്നത് ആശയപരമായിട്ട് ഒരു എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിലത്തേക്കുള്ള ഒരു ജീവിത ശൈലി ആൾക്കാരെ പിന്തുടരണം എന്നവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അതിൻ്റെ സംഘാടകർ പറയുന്നത്. നമ്മൾ കേട്ടതനുസരിച്ചിട്ട് ഒരു പതിറ്റാണ്ടിന് മുമ്പാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് വലിയ രീതിയിലത്തേക്കുള്ള ഒരു സ്വീകാര്യത അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ കോവിഡിന് ശേഷമാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിരവധി ഘടകങ്ങളായിട്ട് അതിങ്ങനെ വർദ്ധിച്ച് വരികയാണ്. അത് 1000-ലധികം ശാഖകൾ അവർക്കുണ്ട് എന്ന രീതിയിലത്തേക്ക് അവർ തന്നെ പറയുന്നതൊക്കെ തന്നെ നമ്മൾ കേട്ടു. പക്ഷേ ഒരു ആരോഗ്യപരമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമാണ് ഇവർ കേൾക്കുന്നത്. അപ്പോൾ അതെന്താണ്? അത് ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട്. നിരോധിക്കപ്പെട്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങളെ അവർ വീണ്ടും ഫർദർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊരു ഒളിച്ചുകടത്തലാണ്. ഇവർ വീണ്ടും സജീവമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെ തീവ്ര മതചിന്തയുള്ള ആൾക്കാരാണ്. മത ചിന്ത മാത്രം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇവരിങ്ങനെ ആൾക്കൂട്ടത്തിനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഈ ആരോപണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആരോപണം സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അത് മതപരമായിട്ടുള്ള ഒരു ആരോപണമാണ് എങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ആരായിരിക്കും ഉപയോഗിക്കുന്നത് എന്നൊക്കെ രീതിയിലത്തേക്കുള്ള ചർച്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ വലിയ കൗതുകം എന്ന് പറയുന്നത് ഇത് വന്നിരിക്കുന്നത് ഒന്ന് AP സുന്നി വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ്, രണ്ടാമത് വന്നിരിക്കുന്നത് CPM-ൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പല ഹൈന്ദവ സംഘടനകളും പോലും, ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള പല ആൾക്കാരും അതിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ മൈലേജ് ഒരു പക്ഷേ അതിലുണ്ടാക്കിയെടുത്തത് CPM-ഓ അല്ലെങ്കിൽ AP സുന്നി വിഭാഗമോ ഒക്കെയാണ്. അപ്പോൾ ഈ ആരോപണത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതിനെ പറ്റി ഇതുവരെ ആരും കാര്യമായിട്ട് പറയുന്നില്ല. അത് വളരെ വലിയൊരു ന്യൂനതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശ്രീ മോഹനൻ തന്നെ പറഞ്ഞിരിക്കുന്ന CPM-ന് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള പരിവേഷം ഉണ്ടാക്കാനാണിത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ മതരാഷ്ട്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും അവരുടെ ശരിയ നിയമപ്രകാരം നമ്മുടെ രാജ്യം പ്രവർത്തിക്കണം, എങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടണം, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനമോ ഇല്ലാതെയാകണം, എന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങൾ ഇല്ലാതെയാവണം, എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മതസ്ഥാപനം അല്ലെങ്കിൽ മതരാഷ്ട്ര സ്ഥാപനം എന്നത് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അലഗേഷൻ വരുമ്പോൾ അതിന് പിന്നിൽ എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത് എന്നതിനെപ്പറ്റി വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വലിയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം അദ്ദേഹം പതുക്കെ തൻ്റെ നിലപാടൊക്കെ തന്നെ മയപ്പെടുത്തിയതിന് ശേഷം ഒരു ജനറിക് സ്റ്റേറ്റ്മെൻറ്റാണ് താൻ നടത്തിയത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ രീതിയിലത്തേക്കുള്ള നിരവധി കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്രയും ബ്രാഞ്ചുകളൊന്നും ഇല്ല എങ്കിൽ പോലും പല കൂട്ടായ്മകളുമുണ്ട്. എയറോബിക്സിന് വേണ്ടിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ടായ്മകളുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് പിന്നിൽ ഇങ്ങനെയുള്ള താല്പര്യമുണ്ട് എന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് തോന്നാൻ കാരണമായതെന്താണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഇൻ്റലിജൻസ് എവിടെ നിന്നും കിട്ടാതെ അദ്ദേഹം ആ രീതിയിലത്തേക്ക് ഇതിനെപ്പറ്റി പറയാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള ഒരു ആരോപണം കൂടിയാണ്. അപ്പോൾ CPM-ൻ്റെ ഒരാൾ അത് പറയുമ്പോൾ ഒരു വീണ്ടും വിചാരം ഇല്ലാതെ പറയും എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ട്, ഈ പലതരത്തിലുള്ള തീവ്രവാദികളെ കൂട്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഇത് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം വന്നത്. നമ്മൾ മതരാഷ്ട്രവാദം എന്നൊക്കെ പറയുന്നത് കുറച്ച് പരുവപ്പെടുത്തി പറയുന്നതാണ് എങ്കിൽ തീവ്രവാദികളെ ചേർത്തിട്ടാണ് എന്നൊക്കെ പറയുന്നത് കടുത്ത ഡയറക്റ്റായിട്ടുള്ള അടിയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള അടിയൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ ഒരു മൂല കാരണം, ഒരു റൂട്ട് കോസ് എന്താണ് എന്നതിനെപ്പറ്റി ഇവിടെ ഒരക്ഷരം ഇവർ പറയുന്നില്ല. AP സുന്നി വിഭാഗമാണ്. അല്ല, അവിടെ മോഹനൻ മാഷ് തന്നെ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ പ്രവർത്തകരാണ് ഇതിലെ അഡ്മിന്മാരായി വന്നതെന്നും ഇവർ ഒരു തരത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പക്ഷേ അതിനിടയിൽ കൂടി അവരുടെ ചില ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് എന്നാണ്
അവർ പറയുന്നത്. മോഹൻ മാഷ് തന്നെ ആ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നത്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ NDF അവിടെ നാദാപുരത്ത് രൂപം കൊള്ളുന്നു. അതിനുശേഷം അത് പോപ്പുലർ ഫ്രണ്ടായിട്ട് വളരുന്നു. അവരാദ്യം സ്റ്റാർട്ട് ചെയ്തതും ഇത്തരത്തിലുള്ള ചില വ്യായാമ മുറകളിലൂടെയൊക്കെയുള്ള ചില പരിശീലനങ്ങളായിരുന്നു. അതിൽ നിന്ന് ചില ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ആളുകളെ ചേർത്ത് നിർത്തിയാണ് അവർ പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിലേക്കൊക്കെ വളരുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു മറയിട്ടുകൊണ്ടാണോ ഇതും വരുന്നത് എന്നതാണ് സംശയം. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് പ്രാർത്ഥന. ഒന്ന്, സലാഹുദ്ദീൻ എന്ന് പറയുന്നുള്ള ഒരു വ്യക്തിയാണ്, ക്യാപ്റ്റൻ സലാഹുദ്ദീൻ. അദ്ദേഹം നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സൈനികനായിരുന്ന ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ആശയവുമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു മതചിന്ത അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് സൈനികനായിരുന്ന ഒരാളിന് മേൽ ആരോപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഡയറക്റ്റായിട്ട് ആരും ഒന്നും പറയുന്നില്ല. പിന്നെ പറയുന്നത്, ഇത് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു കൂട്ടായ്മയെ മറ്റൊരു വിഭാഗം ഹൈജാക്ക് ചെയ്തു എന്ന രീതിയിലത്തേക്കാണ്. അതായത് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ തീവ്രമായിട്ടുള്ള ആശയത്തിലെ ഇതിലേക്ക് ഇൻജക്ട് ചെയ്യാം എന്ന രീതിയിലത്തേക്ക് മറ്റാരൊക്കെയോ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് മോഹനൻ മാഷിൻ്റെ കയ്യിലതിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗം വെച്ചിട്ട് അവരിതിനെ ആക്രമിക്കാനായിട്ട്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ തന്നെ ആക്രമിക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ, മറുഭാഗം എന്ന് പറയുന്നത്, എങ്കിൽ പിന്നെ ഇത് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ, നിങ്ങളുടെ സർക്കാരല്ലേ ഭരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് എന്താണ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഒരുപക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ല, സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ചില ആൾക്കാരുടെ പ്രസ്താവനകളുണ്ട്. അപ്പോൾ ഇതിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുള്ളതായിട്ട് പറയുന്നു. മുമ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ ഇവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വരുന്നു. കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ ഇവരുടെ ഒരു മേഖലാ സമ്മേളനം മറ്റും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു. സമസ്തയുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പൊളിറ്റിക്കലി തന്നെ പല ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ പിന്തുണച്ചുകൊണ്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സോളിഡായിട്ടുള്ള ബാക്കിങ്ങിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം, അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ടാകണം. അതായത് അദ്ദേഹം പറയുന്നത്, ഇത് ഈ പറയുന്നത് പോലെ ചില ആൾക്കാർ, ചില അഡ്മിന്മാർ, ഇവർക്കെല്ലാം PFI ബന്ധമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശയം വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടായ്മകളിലോ ഒക്കെ തന്നെ ചർച്ച ചെയ്തിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് എന്തെങ്കിലും ഇൻ്റലിജൻസ് ഉണ്ടോ, പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടി പറയാൻ ഒന്നുകിൽ സർക്കാർ തയ്യാറാകണം, അല്ലെങ്കിൽ മോഹനൻ മാഷ് തയ്യാറാകണം. ഇതത്ര എളുപ്പമല്ല എന്നൊരു പക്ഷേ തോന്നിയത് കൊണ്ടായിരിക്കാം പ്രസ്താവന തിരുത്തുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇതിനെ കുറച്ചുകൂടി ഒന്ന് മൃദുവാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത്, മോഹനൻ മാഷിൻ്റെ പിന്നീടുള്ള ഒരു പ്രസ്താവന നോക്കൂ. പൊതുവേദികളിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDPI, സംഘപരിവാർ തുടങ്ങിയ വർഗീയ ശക്തികൾ ഇത് നുഴഞ്ഞു കയറിയിട്ട് അവരുടെ അജണ്ട നടപ്പാക്കാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. അതിനെയാണ് ഞാൻ വിമർശിച്ചത് എന്നാണ് മോഹനൻ മാഷ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, മെക്സവൻ എന്ന് പറയുന്ന ഒരു ആരോഗ്യ കൂട്ടായ്മയെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി പറയേണ്ടുന്ന ആവശ്യം എന്താ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെറുതെ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിക്കണ്ടേ എന്ന് മോഹനൻ മാഷിനോട് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും പറയുക? നിശ്ചയമായിട്ടും, കാരണം അതാണ് നമ്മുടെ പൊതുജനാരോഗ്യം വർദ്ധിപ്പിച്ചത്, അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നേ അദ്ദേഹം പറയാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ആ സമയത്ത് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പൊതുവേദികളിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ എന്നീ തീവ്ര ആശയങ്ങളുള്ള ആൾക്കാർ കടന്നു കയറുന്നതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട് എന്നാണോ പറയുക? അല്ല. അപ്പോൾ ചോദ്യത്തിനല്ല ആ ഉത്തരം എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം മെക്സവനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ പറ്റി ഉറപ്പുണ്ടായിരുന്നു എന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ നമുക്ക് എന്താണ്, സെനയിലായി പോയ ഒരാളിന് മാത്രമേ അല്ലെങ്കിൽ ആ രീതിയിലത്തേക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ല, ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും ശ്രീ മോഹനൻ. അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഈ തിരുത്തിയ വേളയിലാണെങ്കിലും വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി വ്യാഖ്യാനിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകേണ്ടതാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള പരിവേഷം എന്ന് പറഞ്ഞാൽ ഒളിച്ചുകടത്തലാണ്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാടിൻ്റെ ഭരണഘടനയോ നമ്മുടെ ജനാധിപത്യ സ്വഭാവമോ വിഭാവനം ചെയ്യുന്ന ഒന്ന് മതരാഷ്ട്ര നിർമ്മാണമല്ല. അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു സംവിധാനവും ദേശവിരുദ്ധമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, അവരുടെ ജാതി മതമൊന്നും ചോദിക്കാറില്ല, ഫ്രീ ആണ് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ കാര്യത്തിൽ മോഹനൻ മാഷ് പറയേണ്ടതുണ്ട്, അതല്ലെങ്കിൽ സർക്കാർ പറയേണ്ടതുണ്ട്. ഒന്ന്, ഇതിനെ ന്യായീകരിക്കുമ്പോൾ പോലും ഫീസില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിന് വേണ്ടുന്ന ചിലവ് അവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്?
നമുക്കറിയാമല്ലോ, ഒരു അതാണ്. കൂട്ടായ്മയായിട്ട് ആൾക്കാരെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനൊരു ചെലവ് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ആൾക്കാർ വോളണ്ടിയർ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അവരത് പറയണം. രണ്ടാമത്തെ കാര്യം അത് അവരാണ് പറയേണ്ടത്, അതായത് മെക്സവൻ എന്ന കൂട്ടായ്മയാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്ര വലിയ ആരോപണം ഉണ്ടായിട്ട് നിങ്ങൾ അതിനെതിരെ പരാതി കൊടുക്കാത്തത്? ഇപ്പോൾ ഇവരെ എന്താണ് നമ്മൾ ഈ പറയുന്നത് പോലെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനയാണ് ഈ വന്നിരിക്കുന്നത്, അല്ലേ? നിശ്ചയമായിട്ടും അവർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു ആരോഗ്യ കൂട്ടായ്മ മാത്രമാണെങ്കിൽ, ഒരു എക്സസൈസ് ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ അവരൊരിക്കലും ഈ രീതിയിലത്തേക്കുള്ള ആരോപണം കേൾക്കേണ്ടതല്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളൊക്കെ തന്നെ വന്നിട്ട് ഇവർ ഇതിന് പിന്നിൽ തീവ്രവാദം വർദ്ധിപ്പിക്കുകയാണ്, പോപ്പുലർ ഫ്രണ്ടുമായിട്ടാണ് ഇവർക്ക് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ ഇവരെന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇത് സതുദ്ദേശപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ അതിനെതിരെ വന്നിരിക്കുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നതിനും ഞങ്ങൾ ഇങ്ങനെയുള്ളവരല്ല, ഇനിയും ആൾക്കാർ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറയുന്നതിനും തെറ്റായ ആരോപണം വരുന്ന സമയത്ത് എതിർക്കാനായിട്ടും കേസ് കൊടുക്കാനായിട്ടും ഒക്കെ ഇവർ പോകേണ്ടതല്ലേ? ചുരുങ്ങിയതൊരു വക്കീൽ നോട്ടീസ് അയക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടോ ആ രീതിയിലത്തേക്ക് അവർ എന്തെങ്കിലും ചിന്തിക്കുന്നതായിട്ടോ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അത് പാരലായിട്ട് ഒരു സൈഡായിട്ട് ഒരു വഴിക്ക് പോകട്ടെ. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മോഹനൻ മാഷിൽ ഇത് പറയാനുണ്ടായിരുന്ന കൺവിക്ഷൻ എന്താണ് എന്നതിനെപ്പറ്റി പറയാൻ അദ്ദേഹം തയ്യാറാകണം. AP സുന്നി വിഭാഗത്തിന് ഇപ്പോൾ ഞാൻ ചോദിക്കാം, ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് മോഹനൻ മാഷ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഹനൻ മാഷിന് വേണമെങ്കിൽ ആൾക്കാർ ഇത് ചോദിക്കുന്ന സമയത്ത് പറയാം, ഓക്കെ ഇവർ ഈ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. AP സുന്നി വിഭാഗത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? രണ്ടും ഒരു എന്താ നമ്മൾ ഈ പറയുന്ന ഒരൊറ്റ സോഴ്സിൽ നിന്നാണോ വന്നിരിക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ അത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഇനി വ്യത്യസ്തമായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് ഇവർ ഈ വിവരം കളക്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും അത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അതിനെപ്പറ്റി അവർ പറയണം. ഒപ്പം ഇത് നേരിടുന്ന ആൾക്കാർ ഇതിൽ നിന്ന് ക്ലിയർ ചെയ്ത് വരുന്നതിന് വേണ്ടി അന്വേഷണത്തിലെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിനപ്പുറം ഞങ്ങളെ അപകീർത്തികരമായി പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയണം. അതും ഈ കാര്യത്തിൽ കാണുന്നില്ല. അപ്പോൾ തന്നെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ഈ പറയുന്ന 7 എക്സസൈസ് കാര്യങ്ങൾ 21 മിനിറ്റിൽ പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നത് പോലെ 21 മിനിറ്റിൽ തീർപ്പാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണിതെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ഈ ആൾക്കാർ നമുക്കിത് അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടെ, അതായത് മറ്റു ചില സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ചില ആരോപണങ്ങളുണ്ട്. അതായത് ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെട്ട ചില സ്പിരിച്വൽ വശങ്ങൾ യോഗയ്ക്കുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു യോഗയിലേക്ക് കൂടുതൽ ഇസ്ലാമികമായ വിശ്വാസികൾ വരുന്നുണ്ട്. അത് തടയാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി ഇവർ മെക്സവനുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നൊരു ആരോപണം മറ്റു ചില ആളുകളൊക്കെ ഉയർത്തുന്നുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടാവുമോ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇവർ ഈ പറയുന്ന 7 തരം എക്സസൈസ് മുറകളിൽ ഒന്ന് യോഗ തന്നെയാണ്. അപ്പോൾ അതിലവർ ഈ പറഞ്ഞതുപോലെ എയറോബിക്സ് അല്ലെങ്കിൽ ഫേസ് മസാജിങ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പല പല ടൈപ്പ് ഓഫ് എക്സസൈസ് റെജീമാണ് അവർ പിന്തുടരുന്നത്. അതിലൊന്ന് യോഗ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് അത് യോഗയെ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ എക്സസൈസിനെ ചൊല്ലി അല്ല നമ്മളുടെ ഡിസ്കഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണ്. പ്രൈമറിലി ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മുടെ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന, ജാതീയമായിട്ടോ മതപരമായിട്ടോ അല്ല ചിന്തിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടായ്മ വരുമ്പോൾ അവർക്കെതിരെ അത് വളരെ രൂക്ഷമായ രീതിയിലത്തേക്കുള്ള മതപരമായിട്ടുള്ളൊരു വിമർശനം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ക്ലിയർ ചെയ്ത് സ്വയം വരുന്നതിനുള്ള ഉത്തരവാദിത്തം ആ സംഘടനയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് അവരും തയ്യാറാകണം. അതിനാരും തയ്യാറാകുന്നില്ല എങ്കിൽ, ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നവരും തയ്യാറാകുന്നില്ല എങ്കിൽ കൂടുതലായിട്ടുള്ള ദുരൂഹതകളാണ് ഉണ്ടാവുക. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ അത് അന്വേഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഇത്രയും വലിയ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ NIA പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഇടപെട്ട് ഇതിലൊരു അന്വേഷണം, ഒരു പ്രിലിമിനറി ചെക്കൊക്കെ തന്നെ നടത്തേണ്ടതാണ്. ഒരുപക്ഷെ അത് അവർ ചെയ്യുന്നുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ 21 മിനിറ്റിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ, കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ. ഈ കാര്യത്തിൽ ഒരു കൃത്യതയാർന്ന ഒരു സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് പൊതുജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.